നമസ്തേ. അമ്മേ നാരായണ. ഇന്ന് ഇപ്പം നമുക്ക് 9 ഗ്രഹങ്ങളുണ്ട്. ഓരോ ഗ്രഹങ്ങൾക്കും ഉച്ചരാശിയും നീചരാശിയുമുണ്ട്. അപ്പോൾ ഓരോ ഗ്രഹങ്ങളും നീചരാശിയിൽ വന്നാൽ നമുക്ക് എങ്ങനെ എളുപ്പവഴി ആ നീചത്വം മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ആ സൂര്യൻ്റെ നീചത്വം എങ്ങനെ മാറ്റാം എന്നുള്ളതിന് ഒരു ചെറിയ ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സാധാരണ തുലാരാശി സൂര്യൻ്റെ നീചരാശിയാണ്. അപ്പോൾ തുലാമാസത്തിൽ ജനിക്കുന്നവർക്കെല്ലാം സൂര്യൻ്റെ നീചത്വം കൊണ്ട് നമുക്ക് പിതൃസ്വത്തുക്കൾ കിട്ടാതെ വരികയോ നമുക്ക് വേണ്ടത്ര പൈതൃകമായ അനുഗ്രഹം കിട്ടാതെ വരികയോ ചെയ്യാം. അപ്പം അതിന് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചുവന്ന പട്ടെടുക്കുക. ആ ചുവന്ന പട്ടിൽ സൂര്യഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റാൽ ഉടനെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാതെ എപ്പോഴും ഉണരുമ്പോഴായാലും സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് സൂര്യഗായത്രി ചൊല്ലുക. അപ്പം സൂര്യഗായത്രി എന്ന് പറയുന്നത് നമുക്കറിയാം. ഓം ഭാസ്കരായ വിദ്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യപ്രചോദയാൻ. ഓം ഭാസ്കരായ വിദ്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യപ്രചോദയാൻ. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് നമ്മൾ സൂര്യൻ്റെ ദിവസമായി കാണുന്നത്. ആ ദിവസം രാവിലെ ഉണർന്നാൽ ഉടനെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം സൂര്യഗായത്രി ജപിച്ചിട്ട് ഒരു ചുവന്ന പട്ടെടുത്ത് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം കുറച്ച് മസൂർ ദാൾ എടുക്കുക, കുറച്ച് നാണയം. ഏതൊരാളുടെ ദോഷമാണ് തീർക്കേണ്ടത് അവരുടെ പ്രായത്തിനൊത്ത നാണയം എടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് പോലെ ചൊല്ലി പ്രാർത്ഥന ചൊല്ലി നമുക്ക് ഈ നാണയം ഒഴിഞ്ഞ് നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യക്ഷേത്രത്തിൽ സമർപ്പിക്കാം. അല്ലെങ്കിൽ സൂര്യഭഗവാന്റെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഈ പട്ടും നാണയം സമർപ്പിക്കാം. ചിലപ്പോൾ രക്തചന്ദന മുട്ടിയും കൂടി സമർപ്പിക്കും ചിലർ. അതെന്ന് വെച്ചാൽ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിയാൽ സൂര്യൻ്റെ ക്ഷേത്രമായ ആദിത്യപുരം, നമ്മുടെ എറണാകുളം ജില്ലയിൽ, കോട്ടയം ജില്ലയ്ക്ക് അടുത്തായിട്ട് സൂര്യഭഗവാന്റെ ക്ഷേത്രം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ്. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിന് അടുത്തായിട്ട് ആദിത്യപുരം ക്ഷേത്രമുണ്ട്. അവിടെ പോയി ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രായത്തിനൊത്ത നാണയവും സമർപ്പിക്കാം. ഒരു രക്തചന്ദനമുട്ടി അവിടെ വാങ്ങാൻ കിട്ടും. ഒരു വിരൽ നീളമോ ഒരു ചാൺ നീളമോ ഉള്ള രക്തചന്ദനമുട്ടി വാങ്ങിച്ച് അതും കൂടി പട്ടിൽ വെച്ച് സമർപ്പിച്ച് അവിടെ പോയി യഥാർത്ഥ പൂജകൾ അവിടെ പറയും. തിരുമേനി പറയുന്ന പോലെ, അവിടുത്തെ ആചാര്യൻ പറയുന്ന പോലെ പൂജകളൊക്കെ ചെയ്ത് അവിടെ പുറകിൽ ദുർഗാദേവി ഉണ്ട്. ആ ദുർഗാദേവിയൊക്കെ പ്രാർത്ഥിച്ച് പോരുമ്പോൾ നമ്മളുടെ ആ സൂര്യൻ്റെ നീചത്വം എന്ന ദോഷം മാറി കിട്ടുമെന്നാണ് വിശ്വാസം. ഇപ്പം നവഗ്രഹ ക്ഷേത്രത്തിൽ പോകാനോ അല്ലെങ്കിൽ ഈ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സാധിക്കും. എഴുന്നേറ്റാൽ ഉടനെ സൂര്യനെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമാക്കിയാൽ മതി. അല്ലാത്തവർ ഒരു ചുവന്ന പട്ടിൽ കുറച്ച് മസൂർ ദാൽ എടുക്കുക. ഇവിടെ ഈ മോളെ കൊണ്ട് ഞാനിത് ചെയ്ത് കാണിക്കാം. വരൂ. മോളുടെ പേരെന്താണ്? ലക്ഷ്മി. ലക്ഷ്മിക്ക് തുലാമാസത്തിലാണ് ജനനം അല്ലേ? അപ്പോൾ സൂര്യൻ്റെ നീചത്വമുണ്ട്. അപ്പോൾ മോളുടെ ഈ ദോഷം മാറാനായിട്ട് കുറച്ച് പരിപ്പെടുത്ത് കൈപ്പിടിക്കൂ. നല്ലോണം ഇങ്ങനെ മുറുക്കി പിടിക്കൂ. എന്നിട്ട് മനസ്സിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കൂ. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ സൂര്യഗായത്രി ഒന്ന് ജപിച്ച് നോക്കാം. ഓം ഭാസ്കരായ വിദ്മഹേ ഓം ദിവാകരായ ധീമഹി തന്നോ സൂര്യപ്രചോദയാന്ന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ സൂര്യഭഗവാനെ. ഇനി അതിനും എളുപ്പമുള്ള വേറെയുമുണ്ട്. ജയത് ജയത് സൂര്യം സപ്തലോകൈക ദീപം കിരണശമിതപാപം ക്ലേശദുഃഖസ്യ നാശം അരുണ നിഗമഗമ്യം ചാതിമാദിത്യമൂർത്തിം സകല ഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ വെളിച്ചമായ
ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സൂര്യഭഗവാനെ ഇവിടെ ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ തുലാമാസത്തിൽ ജനിച്ചത് എൻ്റെ തെറ്റല്ല. ആ സൂര്യൻ നീചമായാൽ എല്ലാ കാര്യങ്ങളും കുറച്ച് അധമത്തിലാകുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ആ ദോഷങ്ങളെല്ലാം തീർത്ത് എനിക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം. എൻ്റെ അച്ഛൻ്റെ എല്ലാ സ്വത്തുക്കളും എനിക്ക് അനുഭവിക്കാൻ സാധിക്കണം. എൻ്റെ അച്ഛൻ്റെ എല്ലാ സ്നേഹവും എനിക്ക് അനുഭവിക്കാൻ സാധിക്കണം. അച്ഛനും അമ്മയും, അച്ഛൻ്റെ കുടുംബവും അമ്മയുടെ കുടുംബവും ഒക്കെ ആയി നല്ല സൗഹൃദത്തിൽ ജീവിക്കുവാൻ എനിക്ക് കഴിയണം. അതുകൊണ്ട് എൻ്റെ പൈതൃകം എനിക്ക് അനുഭവയോഗ്യമാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി ചുവന്ന പരിപ്പ്, മസൂർ ദാൽ എന്ന് പറയും, അതെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഓം ആദിത്യായ നമഃ. ഈ പട്ടിലേക്ക് ഇട്ടു. വീണ്ടും അങ്ങനെ എത്ര പ്രായമായോ അത്രയും പ്രാവശ്യം ചുറ്റിച്ചിട്ടിടുക. നമ്മൾക്ക് എത്ര വയസ്സായി? 13. അപ്പം 13 പ്രാവശ്യം ഇങ്ങനെ എടുത്തോളൂ. വീണ്ടും എടുക്കുക. ഇങ്ങനെ 13 പ്രാവശ്യം. ഓം ആദിത്യായ നമഃ. അങ്ങനെ 13 പ്രാവശ്യം. ഓം ആദിത്യായ നമഃ. ഇങ്ങനെ പട്ടിൽ 13 പ്രാവശ്യം ഇത് ഒഴിഞ്ഞു വെച്ചിട്ട് ഈ പട്ടും ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? കെട്ടിയിട്ട് വെള്ളത്തിൽ ഒഴുക്കിക്കളയാം. അല്ലെങ്കിൽ ഈ പരിപ്പ് മാത്രം കിളികൾക്ക് കഴിക്കാൻ കൊടുക്കാം. അതാണ് സാധാരണ ചെയ്യുക. കിളികൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കിക്കളയാം. ഈ പട്ട് മടക്കിയെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. നമ്മൾ പൂജാമുറിയിൽ തുടയ്ക്കുന്നതിനൊക്കെ, പൂജാമുറിയിൽ ഫോട്ടോകളൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. കാരണം നമ്മൾക്ക് പൂജ ചെയ്ത ഒരു പട്ടല്ലേ, അത് പൂജ ചെയ്ത് നമ്മൾ ഇതാക്കിയത്. ഇത് അങ്ങനെ തന്നെ വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞാലും ദോഷം ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും 13 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. അതോടൊപ്പം 13 നാണയങ്ങൾ എടുത്തുകൊണ്ട് ചുഴിയൊന്നും വേണ്ട, നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഓരോ നാണയം എടുത്തോളൂ. ഇങ്ങനെ ഹൃദയത്തിൽ തൊട്ട് ഭഗവാനോട്, ആദിത്യ ഭഗവാനെ എൻ്റെ സമസ്ത ദോഷങ്ങളും തീർത്തു തരണേ. ഞാൻ ഈ നാണയം ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലോ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിലോ ആദിത്യ ഭഗവാനോ അല്ലെങ്കിൽ ആദിത്യപുര ക്ഷേത്രത്തിലോ ഞാൻ സമർപ്പിക്കാം. ഇത് തൽക്കാലം എൻ്റെ ദോഷങ്ങളെല്ലാം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓം ആദിത്യായ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ആദിത്യായ നമഃ. അങ്ങനെ എത്ര പ്രായമുള്ളയാളും അവരുടെ സൂര്യൻ്റെ നീചത്വം, അവരുടെ ഗ്രഹനിലയിൽ സൂര്യൻ തുലാം രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് നീചത്വമുണ്ട്. ആ സൂര്യൻ്റെ നീചത്വം മാറ്റുന്നതിന് മസൂർ ദാൽ കൊണ്ട്, ഇനിയിപ്പം മസൂർ ദാൽ തന്നെ വേണമെന്നൊന്നുമില്ല, ഗോതമ്പ് കൊണ്ടും ചെയ്യാട്ടോ. അപ്പം ഒരു ആപ്പിളൊക്കെ നമുക്ക് വേണമെങ്കിൽ നിവേദ്യമായിട്ട് വയ്ക്കാം. പക്ഷെ ഇത് വിളക്കൊക്കെ കത്തിച്ച് ചെയ്യേണ്ട പൂജയൊന്നുമല്ല. നമ്മുടെ ദോഷം തീർക്കാൻ നമ്മുടെ മനസ്സിൽ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ധാന്യമുണ്ട്. ആ ധാന്യം കൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ ചുവപ്പ് നിറമുള്ള മസൂർ ദാലിന് ഏകദേശം ചുവപ്പർ ഓറഞ്ച് നിറമാണ്, അതുകൊണ്ട് ചെയ്യാം. നാണയം പ്രാർത്ഥിച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരാശ്വാസമായി. പട്ടും രക്തചന്ദനമുട്ടിയും ആദിത്യപുര ക്ഷേത്രത്തിൽ സമർപ്പിക്കുമ്പോൾ ഒരു വലിയ നമ്മുടെ ദോഷങ്ങളെല്ലാം മാറി സൂര്യഭഗവാനെ നിത്യം പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഞായറാഴ്ചകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദോഷം പൂർണ്ണമായി മാറുകയും നമ്മൾക്ക് പൈതൃക സ്വത്ത് അനുഭവയോഗ്യമാവും. പിതാവുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായും തുലാമാസത്തിൽ ജനിച്ചവർ, തുലാം രാശിയിൽ സൂര്യൻ നിൽക്കുന്നവർ, സൂര്യൻ എന്തെങ്കിലും നീചസ്ഥാനങ്ങളിലാണെന്ന് തോന്നുന്നവരെല്ലാം സൂര്യദശാകാലത്തും സൂര്യൻ്റെ അപഹാരകാലത്തും കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനും രോഗാദി ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും നേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കണ്ണിന് കാഴ്ചക്കുറവൊക്കെ വരുമ്പോഴും നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യഭഗവാന് നാണയം സമർപ്പിക്കുകയും മസൂർ ദാൽ കൊണ്ട് അർച്ചന ചെയ്ത് ആ അർച്ചന നമുക്കിങ്ങനെ ഒഴിഞ്ഞു വേണമെങ്കിൽ സമർപ്പിക്കാം. സൂര്യഭഗവാന്റെ പേര് പറഞ്ഞ് ഓം ആദിത്യായ നമഃ, ഓം ആദിത്യായ നമഃ, ഓം ആദിത്യായ നമഃ, ഓം ആദിത്യായ നമഃ എന്ന് 108 പ്രാവശ്യം ആദിത്യ ഭഗവാനെ അർച്ചന ചെയ്തുകൊണ്ട് ആ പരിപ്പ് ഒഴിഞ്ഞു കളയാതെ മകന് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും അർച്ചന ചെയ്തുകൊണ്ടും നമുക്ക് ആ ദോഷത്തിൻ്റെ തീവ്രത കുറച്ചുകൊണ്ട് ആ ഒഴിഞ്ഞ സാധനം കിളികൾക്ക് ഇട്ട് കൊടുക്കുകയോ
കളയുകയോ വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യാം. തീർച്ചയായും ഇതൊരു നല്ല അനുഗ്രഹം കിട്ടും. വിഷമിക്കുന്നവർ തനിയെ തന്നെ വിളക്കിൻ്റെയോ ക്ഷേത്രങ്ങളുടെയോ ഒന്നും സഹായമില്ലാതെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും അതിന് ഫലം കിട്ടും. ഇതൊരു വിശ്വാസമാണ്. ഭക്തിയോടെ ചെയ്യൂ, എല്ലാ ഗുണഫലങ്ങളും എല്ലാവർക്കും കിട്ടുമെന്നുള്ള അതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാനിത് ചെയ്ത് കാണിച്ചത്. എങ്ങനെ ചെയ്യണമെന്ന് എല്ലാവർക്കും സംശയമുണ്ടെങ്കിൽ മസൂർ ദാൽ കൊണ്ട് കുറച്ച് നാണയം കൊണ്ട് നമ്മുടെ ദോഷം മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് ചെയ്തു നോക്കൂ. നിങ്ങൾക്കും ഫലം കിട്ടും. നന്ദി, നമസ്കാരം.